എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. ഈ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നടപ്പിലാക്കുകയാണെങ്കിൽ, അതായത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതം വിജയത്തിലെത്തുന്നതാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു, എന്നെ കേൾക്കുന്ന കുറച്ച് പേരെങ്കിലും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ കൂടെ കടന്നു പോയിട്ടുള്ളവരായിരിക്കാം. എന്ത് ചെയ്യണമെന്ന് പകച്ചു നിൽക്കുന്നവരായിരിക്കാം. അപ്പോൾ ഭഗവാനായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സന്ദേശം എത്തിച്ചു തരുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭഗവാനാണല്ലോ എല്ലാം ചെയ്യുന്നത്, നമ്മൾ ആരുമല്ലല്ലോ. ഒരു ഇല കൊഴിയണമെങ്കിൽ പോലും, ഒന്ന് ഒരു കാഴ്ച കാണണമെങ്കിൽ പോലും അത് ഭഗവാൻ തന്നെ എന്ത് ചെയ്യണം, വിചാരിക്കണം. നമ്മൾ ആരും ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ യാന്ത്രികമായിട്ട് ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ട് അതിൽ അഭിനയിക്കുന്ന വ്യക്തികൾ മാത്രമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അവ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ജീവിതത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉയർച്ച കൈവരിക്കാൻ കഴിയും. അപ്പോൾ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. എല്ലാ കാര്യത്തിലും സത്യസന്ധത കാത്തു സൂക്ഷിക്കുക. ഇത് ഏറ്റവും ആവശ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എല്ലാ കാര്യത്തിലും ഒരു സത്യസന്ധത കാത്തു സൂക്ഷിക്കുക. ഒന്നിനും നമ്മൾ മറ്റുള്ളവരെ അറിയുന്ന കാര്യമാണെങ്കിലും മറ്റുള്ളവരെ അറിയാത്ത കാര്യമാണെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യം സത്യസന്ധമായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ജീവിത വിജയം ഉണ്ടാകൂ. രണ്ടാമത്തെ കാര്യം, നിത്യവും വിളക്ക് വയ്ക്കുക, നാമം ജപിക്കുക. നമ്മൾ വിശ്വസിക്കുന്ന മതം ഏത് മതമായിക്കോട്ടെ, എന്ത് ചെയ്യുക, ആ മതത്തിനെ വിശ്വസിക്കുക. നമ്മുടെ ഹിന്ദുക്കളായത് തന്നെ നിത്യവും വിളക്ക് വയ്ക്കുക, നാമം ജപിക്കുക. ഭഗവത് നാമപാരായണം നിത്യവും ചൊല്ലുക. ഇതൊക്കെ മുന്നത്തെ കാലത്ത് മുത്തശ്ശിമാരെല്ലാം അനുഷ്ഠിച്ചിരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഇതൊക്കെ അന്യം നിന്ന് പോയി. മിക്ക വീടുകളിലും ഇപ്പോൾ ഇതില്ല. ഇത് തിരിച്ചു കൊണ്ടുവരാം കേട്ടോ. പ്രസന്റ് നേരത്തെ ഒരു വിളക്ക് വെക്കുന്ന വീടും ഭഗവത് നാമം ജപിക്കുന്ന വീടും ഒരു കാലത്തും എന്ത് ചെയ്യില്ല, നശിച്ചു പോയില്ല. അവിടുത്തെ വ്യക്തികളുടെ ജീവിതം എന്നും ഉയർച്ചയുടെ വക്കിൽ തന്നെ ആയിരിക്കും. അടുത്തതായിട്ടുള്ള കാര്യം, വസ്ത്രധാരണം. ഇതൊരു പ്രധാന ഘടകമാണ്. നമ്മുടെ കോൺഫിഡൻസ് കൂട്ടുന്നത്, നമുക്ക് ശരിയെന്ന് തോന്നുന്ന രീതിയിൽ സഭ്യമായിട്ടുള്ള വസ്ത്രധാരണം എപ്പോഴും ശ്രദ്ധിക്കുക. ഇതൊരു ചെറിയ കാര്യമല്ല കേട്ടോ. വസ്ത്രധാരണവും നമ്മുടെ ജീവിത വിജയത്തിന്റെ വലിയൊരു ഘടകം തന്നെയാണ്. നമ്മുടെ വ്യക്തിത്വത്തെ വിളിച്ചു പറയാൻ നമ്മുടെ വസ്ത്രധാരണത്തിന് കഴിയും. അതുമാത്രമല്ല, ശരീരശുദ്ധിയും വാക്ശുദ്ധിയും പാലിക്കുക. അതായത് മറ്റുള്ളവരെ മോശമായിട്ട് ഒന്നും പറയാതിരിക്കുക. ഇതെല്ലാം നമ്മുടെ വിജയത്തിന്റെ വലിയൊരു ഘടകമാണ്. മിതമായി, നന്നായി, സഭ്യമായ രീതിയിൽ മറ്റുള്ളവരോട് പെരുമാറുന്നവർ സമൂഹത്തിൽ ഉന്നതയിൽ എത്തും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട കേട്ടോ. അടുത്തൊരു കാര്യം, ഒരു മാസം പറ്റുന്ന അത്രയും അമ്പല ദർശനം നടത്തുക. നമ്മുടെ ഹിന്ദുക്കൾക്കാണ് മെയിനായിട്ട് ചെയ്യാത്തൊരു കാര്യമാണിത്. മിക്ക ആളുകളും ചെയ്യില്ല, ചെയ്യുന്നവരും ഉണ്ട്, ഇല്ലെന്നല്ല കേട്ടോ. മിക്കവരും ചെയ്യുന്നില്ല. കാരണം അമ്പലത്തിൽ പോകുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നെഗറ്റീവ് എനർജീസും നമ്മുടെ കുടുംബത്തിലേക്ക്, അതായത് നമ്മുടെ വ്യക്തികളിലേക്ക് കടന്നു വരാറുണ്ട്. അപ്പോൾ അമ്പല ദർശനം നടത്തുമ്പോൾ എന്താണ്, നമ്മുടെ നെഗറ്റീവ് എനർജി എല്ലാം എന്ത് ചെയ്യും, ദൂരീകരിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് എന്നും പറ്റുന്ന സമയം അത്ര എന്ത് ചെയ്യുക, അമ്പല ദർശനം നടത്തുക. അത് എന്നും ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. മാസത്തിൽ പറ്റുന്ന അത്രയും അമ്പല ദർശനം നടത്തുക. ഇത് ജീവിത വിജയത്തിന്റെ പ്രധാന ഒരു ഘടകം തന്നെയാണ്. അടുത്തതായിട്ട്, ദാനധർമ്മങ്ങൾ ചെയ്യുക. ഇതിൽ പ്രധാനമായിട്ടുള്ളത് അന്നദാനമാണ്. ഇതൊക്കെ നമ്മുടെ ജീവിത വിജയത്തിന് എങ്ങനെയാണ് കാരണമാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ അന്നദാനം നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരാൾക്കൊരു സഹായം ചെയ്യുമ്പോൾ നമുക്ക് എതിരെ വരുന്ന ഒരു നെഗറ്റീവ് എനർജി ഒരാളുടെ പ്രെയർ കൊണ്ട്, പ്രാർത്ഥന കൊണ്ട് നിഷ്ഫലമായിട്ട് മാറുന്നു. ഇത് അനുഭവിച്ചറിഞ്ഞ സത്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ എങ്ങനെയൊക്കെ സഹായിക്കാൻ നമുക്ക് നമ്മുടെ കഴിയുന്ന രീതിയിൽ സഹായിക്കാൻ കഴിയും. നമ്മൾ സഹായിക്കുക. ഇതിൽ പ്രധാന ഘടകം എന്ന് പറയുന്നത് അന്നദാനമാണ്. അന്നദാനം ഇപ്പോൾ ഒരാൾക്കാണെങ്കിൽ ഒരാൾക്ക് നമുക്ക് കഴിയുന്ന രീതിയിൽ അന്നദാനം നടത്താം കേട്ടോ. അത് എന്നും നടത്തണമെന്നല്ല ഞാൻ പറയുന്നത്. വിശേഷാൽ ദിവസങ്ങളിലോ അല്ലെങ്കിൽ ജീവിതത്തിലെ ഒരു മാസത്തിലൊരിക്കലോ ഒക്കെ ഒരു അന്നദാനം നടത്തുന്നത് വളരെ നല്ല കാര്യമാണ് കേട്ടോ. ഇപ്പോൾ അമ്പലങ്ങളിലുണ്ടല്ലോ ഒത്തിരി പേർ ചേർന്ന് അന്നദാനം നടത്തുന്ന രീതി. അതുപോലെ തന്നെ അമ്പലങ്ങളിൽ പോകുമ്പോൾ അവിടെ അന്നദാന ഫണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് നേർച്ചയായിട്ട് ഇടുകയും ചെയ്യാം.
ഇങ്ങനെയൊക്കെ അന്നദാനം നടത്തുന്നതും ജീവിത വിജയത്തിന് വളരെ നല്ലൊരു കാര്യമാണ്. അടുത്തതായിട്ടുള്ളൊരു കാര്യം, പരദൂഷണം പറയാതിരിക്കുക. സജ്ജനങ്ങളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സംസാരിക്കുക. അതായത് പരദൂഷണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിത വിജയം എങ്ങനെ തടസ്സപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ, നമ്മൾ എന്താണോ കൂടുതൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അത് തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതിനൊരു സംശയവും വേണ്ട. അപ്പോൾ നമ്മൾ നല്ല കാര്യങ്ങൾ പറയുകയും ചിന്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, നമ്മുടെ ജീവിതത്തിലും നല്ല കാര്യങ്ങൾ തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത്, കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ കുറിച്ച് ദൂഷ്യം പറയേണ്ട ആവശ്യം നമുക്കില്ലല്ലോ, അല്ലെ? എല്ലാം ഭഗവാനാണ്. സർവം ശ്രീ കൃഷ്ണാർപ്പണമസ്തു, അല്ലെങ്കിൽ സർവം ശ്രീ ശങ്കരനാരായണാർപ്പണമസ്തു. നമ്മൾ ചെയ്യുന്നതിൻ്റെയും പറയുന്നതിൻ്റെയും ഫലം ആ ഭഗവത് പാദങ്ങളിൽ ചെന്ന് ചേരുന്നു എന്നുള്ള വിശ്വാസം. ഈ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൽ എന്ത് ചെയ്യും, ഉന്നതിയിലെത്തും. ഒന്ന് ശ്രമിച്ചു നോക്കൂട്ടോ. നമ്മളെല്ലാം മനുഷ്യരാണ്, ഒരുപാട് തെറ്റുകൾ പറ്റും. പക്ഷെ ആ തെറ്റുകൾ തിരുത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ജീവിതത്തിൽ മുന്നേറും. അടുത്തത്, നിങ്ങളെ തരം താഴ്ത്തി കെട്ടുന്നവരുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുക. നമ്മളെ ഒരാള് ഡിമോട്ടിവേറ്റ് ചെയ്യാണ്, നിന്നെ കൊണ്ട് കഴിയില്ല, നീ അത് ചെയ്താൽ ശരിയാവില്ല, ഇങ്ങനെയൊക്കെ പറയുന്നവർ ഒരുപാട് പേരുണ്ട്, അല്ലെ? അപ്പൊ നമുക്ക് എന്താണ് മനസ്സിൽ ഫീൽ ചെയ്യണത്, ഓ എന്നെ കൊണ്ട് അത് കഴിയില്ല, അവര് പറഞ്ഞല്ലോ എന്നെ കൊണ്ട് കഴിയില്ല. പക്ഷേ നിങ്ങളെ കൊണ്ട് കഴിയും, നിങ്ങൾക്ക് അത് സാധിക്കും എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി കിട്ടില്ലേ? അതുപോലെ തന്നെ എപ്പോഴും നെഗറ്റീവ് അടിച്ചിരിക്കുന്ന മനുഷ്യരിൽ നിന്ന് കുറച്ച് മാറി ജീവിക്കുക, മാറി നിൽക്കുക. എപ്പോഴും നന്മ പറയുന്നവരോട് കൂട്ടുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും എപ്പോഴും എന്ത് ചെയ്യും, നന്മകൾ വന്നുകൊണ്ടേയിരിക്കും. അത് നമ്മുടെ ജീവിത വിജയത്തിന് പ്രധാന ഒരു ഘടകമാണ് കേട്ടോ. അപ്പോഴേ എല്ലാവരും എന്ത് ചെയ്യുക, ഈ സമൂഹത്തിൽ നമുക്കതിന് കഴിയില്ലെന്ന് എനിക്കറിയാം, പക്ഷേ പൊതുജനം പലവിധമാണ്. എന്നിരുന്നാലും നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ വാക്കും പ്രവൃത്തിയും നന്മ നിറഞ്ഞതാക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന് മാക്സിമം പറ്റുന്നത്രയും മാറി നിൽക്കുക. അടുത്ത്, അഹങ്കരിക്കാതിരിക്കുക. ഒരിക്കലും അഹങ്കാരം നമ്മുടെ ജീവിതത്തിൽ വരാതെ നോക്കുക. അഹങ്കാരം എന്ന് പറയുന്ന ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങളായിരിക്കും കൂടുതലും അനുഭവിക്കേണ്ടി വരുന്നത്. ഞാനാണ് എല്ലാം എന്നുള്ള രീതി വിട്ടിട്ട് ആ ഭഗവാനാണ് എല്ലാം, ഭഗവാൻ തന്നതാണ് എൻ്റെ ഈ ശരീരവും എൻ്റെ ആത്മാവും എല്ലാം. അതുകൊണ്ട് തന്നെ ആ ഒരു അഹങ്കാരം നമ്മളിലേക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, വരില്ല. അതുകൊണ്ട് കൂടിയാണ് ഗുരുക്കന്മാർ പറയുന്നത് എല്ലാം ഭഗവത് പാദങ്ങളിൽ അർപ്പിച്ച് ചെയ്യുക എന്ന്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല, ഒരു അഹങ്കാരവും മനസ്സിൽ തോന്നില്ല. അടുത്തതായിട്ട്, പരാജയപ്പെട്ടാലും വീണ്ടും പരിശ്രമിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഒരു കാര്യം ചെയ്യുകയാണ്, ജീവിതത്തിൽ എല്ലാം വിജയത്തിൽ എത്തണമെന്നില്ലല്ലോ, പരാജയപ്പെടുകയും ചെയ്യും. പക്ഷേ ആ പരാജയം, ഞാൻ പരാജയപ്പെട്ടു, അയ്യോ എനിക്കതിന് കഴിയില്ല എന്ന് പറയുന്നിടത്ത് ഞാൻ ഒന്നും കൂടി ഒന്ന് ശ്രമിച്ചാലോ, ചിലപ്പോൾ എനിക്കത് ലഭിച്ചാലോ എന്നുള്ള ചിന്ത എന്ന് വരുന്നോ അന്ന് എന്ത് ചെയ്യും, നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഭഗവാൻ എൻ്റെ കൈ പിടിച്ച് എൻ്റെ കൂടെയുണ്ട്, അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ശ്രമിച്ചു നോക്കാം, ഭഗവാൻ എനിക്കത് ഒന്നും കൂടി ശ്രമിച്ചാൽ തരും എന്നുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോവുക. ഇപ്പോൾ എന്നെ കേൾക്കുന്നവർ മിക്കവരും ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നത്തിലായിരിക്കും, അല്ലെങ്കിൽ ഞാൻ പരാജയപ്പെട്ടല്ലോ ഇനി എന്നെ കൊണ്ട് കഴിയില്ല എന്നൊക്കെ ചിന്തിക്കുന്നവരായിരിക്കും. പക്ഷേ അങ്ങനെ ചിന്തിക്കുക വേണ്ട കേട്ടോ, നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്ക് ഭഗവാനാണ് ഈ ഒരു വീഡിയോ കാണിച്ചതെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. നിങ്ങളെ കൊണ്ട് കഴിയും, നിങ്ങൾ വീണ്ടും ശ്രമിക്കുക. നമ്മൾ പരിശ്രമിക്കുന്നത് മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാത്ത കാര്യമാണ്, നമ്മുടെ ജീവിത വിജയത്തിനുള്ള കാര്യമാണ്, സത്യസന്ധമായ കാര്യമാണ്, നന്മയുള്ള കാര്യമാണ്. ഇതെല്ലാം ആണെങ്കിൽ ആ കാര്യം നടക്കും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. ആ പ്രപഞ്ചശക്തി, ആ ഭഗവാൻ എന്ത് ചെയ്യും, നമ്മുടെ കൂടെ തന്നെ ആ ഒരു നേട്ടം നേടിയെടുക്കാൻ കാണും. അതുകൊണ്ട് തന്നെ ഒരു ജോലി ലഭിക്കുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്നില്ല, ഒന്നും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. അതായത് എന്തെങ്കിലും ജീവിത പ്രശ്നങ്ങളോ, ഇപ്പോൾ കടം അങ്ങനെയുള്ളവർക്ക് കാണുമല്ലോ, കടവും ബുദ്ധിമുട്ട് ഉള്ളവർ കാണുമല്ലോ. ആരും വേദനിക്കരുത്, നിങ്ങൾ ശ്രമിക്കുക, വീണ്ടും വീണ്ടും ശ്രമിക്കുക. ഒരു ദിവസം ഒരു വിജയം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കും. ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് പേര് പറഞ്ഞതായിരിക്കാം, പക്ഷേ ഇത് ജീവിത അനുഭവങ്ങളിൽ നിന്ന് കൂടി പഠിച്ച കാര്യങ്ങളാണ്.
ഇതെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ വിജയം ലഭിക്കും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. ആ ഭഗവാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ തോന്നിപ്പിച്ചതിന് ഭഗവാനോട് ഒരുപാട് നന്ദിയുണ്ട്. എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ആരൊക്കെ കണ്ടാലും എല്ലാവർക്കും ഇത് ജീവിതത്തിൽ ഉപയോഗപ്പെടട്ടെ എന്ന് ഭഗവാനോട് ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാൻ എല്ലാവർക്കും നന്മയും അനുഗ്രഹവും നൽകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സർവം ശ്രീ ശങ്കരനാരായണാർപ്പണമസ്തു.